ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6 ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ റീഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ട് നേരത്തെ. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ്, the school is closed for the vacation. Kunnichirtha is in Kerala and her friend Antoinette is now in France, but they still stay connected through text messages. Here is a peek at their chat. സ്കൂൾ ക്ലോസ് ചെയ്തു, വെക്കേഷൻ ആണിപ്പോൾ. കുഞ്ഞിച്ചിരുത കേരളത്തിലും അവരുടെ ഫ്രണ്ട് അന്റോണറ്റ് ഫ്രാൻസിലുമാണ്. പക്ഷെ ഇപ്പോഴും അവർ ടെക്സ്റ്റ് മെസ്സേജസിലൂടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അവരുടെ ചാറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചാറ്റ് നമുക്ക് നോക്കാം. ഹായ് അന്റോണറ്റ്, ഹൗ ഇസ് എവറിത്തിങ് ഗോയിങ്? ഇത് കുഞ്ഞിച്ചിരുതയും ഇത് അന്റോണറ്റുമാണ് കേട്ടോ. അപ്പോൾ റിപ്ലൈ വരികയാണ്, ഹായ്, ഇറ്റ്സ് സോ നൈസ് ഹിയർ, ഈറ്റിംഗ് ലോട്ട്സ് ഓഫ് യമ്മി ഫുഡ്, വാട്ട് അബൌട്ട് യു, ഹൗസ് കേരള? ഇവിടെ നന്നായി പോണു, നല്ല യമ്മി ഫുഡൊക്കെ കഴിച്ച് നന്നായി പോകുന്നു. അവിടെ എങ്ങനെയുണ്ട് കേരളം? ഹൗസ് കേരള, എങ്ങനെയുണ്ട് കേരളത്തിലെ കാര്യങ്ങൾ? ഗ്രേറ്റ്, ലോട്ട്സ് ഓഫ് കോക്കനട്ട് ട്രീസ് ആൻഡ് അമ്മാസ് ദോശാസ്, മിസ് യു ദോ. നന്നായി പോകുന്നു അല്ലേ, കോക്കനട്ട് ട്രീസും അതുപോലെ അമ്മയുടെ ദോശയും. എന്നാലും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അന്റോണറ്റ് പറയുകയാണ്, ഓ മിസ് യു ടു, ഗെസ് വാട്ട്, ഐ ടോൾഡ് മൈ മോം ടു സേ യുവർ നെയിം. ഞാനും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, ഞാൻ എൻ്റെ അമ്മയ്ക്ക് നിൻ്റെ പേര് പറയാൻ പഠിപ്പിച്ചു കൊടുത്തു. ദാറ്റ്സ് അമേസിങ്, ഐ ടോട്ട് അമ്മ ടു സേ യുവർ നെയിം ടു. ഞാനും ഇവിടെ എൻ്റെ അമ്മയ്ക്കും നിൻ്റെ പേര് പറയാൻ പഠിപ്പിച്ചു കൊടുത്തു എന്ന് കുഞ്ഞിച്ചിരുതി റിപ്ലൈ കൊടുക്കും. ഓഹോ, വെൻ ആർ യു ഗോയിങ് ബാക്ക് ടു ന്യൂ ജേഴ്സി? എപ്പോഴാണ് നീ ന്യൂജേഴ്സിയിലേക്ക് തിരിച്ചു പോകുന്നത്? ന്യൂജേഴ്സിയിലാണ് ഇവരുടെ സ്കൂളുള്ളത് കേട്ടോ. എപ്പോഴാണ് പോകണേന്ന് ചോദിക്കുകയാണ്. ഇൻ 2 weeks, 2 ആഴ്ചയ്ക്കകം എന്ന് കുഞ്ഞിച്ചിരുത റിപ്ലൈ കൊടുക്കണം. വാട്ട് അബൌട്ട് യു? നീ എപ്പോൾ പോവും? ഡു യു മിസ് ന്യൂജേഴ്സി? നീ ന്യൂജേഴ്സി മിസ് ചെയ്യുന്നില്ലേ? അപ്പോൾ റിപ്ലൈ ഫ്രം അന്റോണറ്റ് ആണിത്. ഐ മിസ് ഹാങ്ങിങ് ഔട്ട് വിത്ത് ഫ്രണ്ട്സ് ലൈക്ക് യു ആൻഡ് ദ സ്കൂൾ ആക്ടിവിറ്റീസ്, ഓൾസോ ദ ഐസ്ക്രീം അറ്റ് പ്രകാശ് ഷോപ്പ്. എനിവേ ഐ വിൽ ബി ബാക്ക് ഇൻ 2 weeks. ഞാൻ മിസ് ചെയ്യുന്നത് നിങ്ങളൊത്തുള്ള ഹാങ്ങിങ് ഔട്ടാണ്. ഹാങ്ങിങ് ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്ത് പോവുക, ഫുഡ് കഴിക്കാൻ പോവുക, ബീച്ചിൽ പോവുക, പാർക്കിൽ പോവുക, സൂവിൽ പോവുക, ഇതൊക്കെ ഹാങ്ങിങ് ഔട്ടാണ് കേട്ടോ. നമ്മൾ റിലാക്സ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോയി ചെയ്യുന്ന ആക്ടിവിറ്റീസൊക്കെ. പിന്നെ സ്കൂൾ ആക്ടിവിറ്റീസ്, അതുപോലെ പ്രകാശിൻ്റെ കടയിൽ നിന്നുള്ള ഐസ്ക്രീം, ഇതെല്ലാം ഞാനും മിസ് ചെയ്യുന്നുണ്ട്. ഞാനും 2 ആഴ്ചയിൽ തിരിച്ചു വരും. ഡീൽ, കാൺട്ട് വെയിറ്റ്, സി യു സൂൺ. ഓ ശരി, നമുക്ക് വൈകാതെ തന്നെ കാണാം. സി യു സൂൺ പറഞ്ഞിട്ട് ഇവർ ചാറ്റ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ള എക്സസൈസാണ്. കണ്ടല്ലോ ഇതിൽ, You wish to hang out with your friend this weekend. How will you plan for it? Sit in pairs and create a chat. നിങ്ങൾ ഈ ആഴ്ച നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫ്രണ്ടിൻ്റെ കൂടെ ഒരു ഹാങ് ഔട്ട് പ്ലാൻ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾ ഹൗ വിൽ യു പ്ലാൻ ഫോർ ഇറ്റ്? അതിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളൊരു ചാറ്റ് പ്രിപ്പയർ ചെയ്യണം. നമ്മൾ ഹാങ് ഔട്ടിന് പോണതിനെ കുറിച്ചുള്ളൊരു ഡിസ്കഷൻ്റെ ചാറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ യു ആൻഡ് ഫ്രണ്ട് ആണ് കേട്ടോ, നിങ്ങളും ഫ്രണ്ടും. യു, ഹായ്, വാട്ട് ആർ യു ഡൂയിങ് ദിസ് വീക്കെൻഡ്? എന്താണ് നീ ഈ വീക്കെൻഡിൽ ചെയ്യാൻ പോണത്? ഫ്രണ്ട്, ഐ എം നോട്ട് ഷുവർ യെറ്റ്, ഡു യു വാണ്ട് ടു ഹാങ് ഔട്ട്? ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല, ഹാങ് ഔട്ടിന് പോണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യു, യെസ് ഐ ഹാവ് ആൻ ഐഡിയ. പോകണം, എനിക്കൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഇറ്റ്? എന്താണത്? യു, ഹൗ അബൌട്ട് ഗോയിങ് ടു ബീച്ച് ആൻഡ് സൂ? നമുക്ക് ബീച്ചിലേക്ക് സൂലിക്കൊക്കെ പോയാലോ? അപ്പോൾ ഫ്രണ്ട് പറയുകയാണ്, ദാറ്റ്സ് ഓസം, ലെറ്റ്സ് പ്ലാൻ ദിസ് ബൈ ടുഡേ ഈവനിങ്. നമുക്ക് ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് അത് തീരുമാനിക്കാം, പ്ലാൻ ചെയ്യാം. അപ്പോൾ യു, ഷുവർ, ലെറ്റ് us ടെൽ ദിസ് ടു അവർ അതർ ഫ്രണ്ട്സ് ടു. നമുക്ക് വേറെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവരോടും കൂടി ഇത് പറയാം. അപ്പോൾ മറ്റേ ഫ്രണ്ട് പറയും, ദാറ്റ്സ് ഗുഡ്, ഐ വിൽ ബ്രിങ് സ്നാക്സ് ടു ഇറ്റ്. അത് നല്ല ഐഡിയ ആണ്, അന്ന് കഴിക്കാനുള്ള സ്നാക്സ് ഒക്കെ ഞാൻ കൊണ്ടുവരാം. ദെൻ യു, ഓ ഓക്കെ ഡിയർ, സി യു ടുമോറോ, ബൈ. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കാണാം, ബൈ. ഫ്രണ്ട് ബൈ ബൈ. ഓക്കെ, ചെറിയൊരു ഹാങ് ഔട്ടിൻ്റെ ഒരു ഡിസ്കഷൻ മാത്രമാണ് കേട്ടോ. നെക്സ്റ്റ്, ഇവിടെ ഒരു ഇമെയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇമെയിൽ അയച്ചിരിക്കുന്നത് അന്റോണറ്റ് ആണ്. കുഞ്ഞിച്ചിരുതിക്കാണ് ഇമെയിൽ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രം നമ്മൾ അയക്കുന്നവരും ആർക്കാണോ അയക്കുന്നത് അവരാണ് ടു കേട്ടോ. അപ്പോൾ ഫ്രമിൽ അന്റോണറ്റിൻ്റെ ഇമെയിൽ അഡ്രസ്സാണിത്, antoinette12@mail.com. 2ൽ അയക്കുന്ന ആളുടെ ഇമെയിൽ അഡ്രസ്സാണ് kuഞ്ഞichirutha@mail.com. സോ ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഡിയർ കുഞ്ഞിച്ചിരുത, ഐ ഹോപ്പ് യു ആർ എൻജോയിങ് യുവർ വെക്കേഷൻ. ഐ ആം ബാക്ക് ഇൻ മർസൈലസ്.
Okay, the weather here is lovely and I went paddle boarding with my friends. I fell down many times but it was exciting. അപ്പോൾ കുഞ്ഞിച്ചിരുത നിൻ്റെ വെക്കേഷൻ നന്നായി പോകണമെന്ന് കരുതുന്നു. ഞാൻ മർസൈലസിലേക്ക് പോയി. ഇവരുടെ നാട് മർസൈലസ് അല്ല, ആൻറ്റോണേറ്റിൻ്റെ. അപ്പോൾ വെക്കേഷനായപ്പോൾ അങ്ങോട്ട് പോയി. ഇവിടുത്തെ വെതർ വളരെ നല്ല ഒരു കാലാവസ്ഥയാണിപ്പോൾ. ഞാനിവിടെ പാഡൽ ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ചെയ്യുന്ന ഈ സംഭവമാണ് കേട്ടോ, ഈ തുഴയുന്ന പോലെ പാഡൽ ബോർഡിംഗ് ഒക്കെ ചെയ്തു. ഞാൻ ഒരുപാട് തവണ വീണു, പക്ഷെ നല്ല രസമായിരുന്നു. ഐ ഹാവ് അറ്റാച്ച്ഡ് സം ഫോട്ടോസ് ഫോർ യു. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ നിനക്ക് അറ്റാച്ച്മെൻറ്റിൽ വെച്ചിട്ടുണ്ട് കാണാൻ എന്ന് പറയാണ്. ഹൗസ് കേരള? ഐ റിയലി മിസ് യു ആൻഡ് കാൺ വെയിറ്റ് ടു ഹിയർ ഓൾ അബൌട്ട് യുവർ അഡ്വെഞ്ചേഴ്സ്. ഞാൻ നിന്നെ മിസ് ചെയ്യുന്നുണ്ട്, അവിടുത്തെ നിൻ്റെ അഡ്വെഞ്ചേഴ്സൊക്കെ പറയണം, അത് കേൾക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യാണ്. സേ ഹൈ ടു യുവർ മോം ഫോർ മീ. നിൻ്റെ അമ്മയോട് എൻ്റെ ഹായ് പറയണം, അല്ലെങ്കിൽ എൻ്റെ അന്വേഷണം പറയണം. ടേക്ക് കെയർ, ലവ്, ആൻറ്റോണറ്റ്. ആൻറ്റോണറ്റിൻ്റെ ഒരു മെയിലാണ്. ഓക്കെ, ഇനി കുഞ്ഞിച്ചിരുത വാസ് ഡിലൈറ്റഡ്. ഷി ബിഗാൻ ടു ടൈപ്പ് എ റിപ്ലൈ. ക്യാൻ യു ഹെൽപ്പ് ഹർ കംപ്ലീറ്റ് ദ മെയിൽ? കുഞ്ഞിച്ചിരുതയ്ക്ക് വളരെ ഹാപ്പിയായി. ഡിലൈറ്റഡ് പറഞ്ഞ ഹാപ്പിനെസ് ആണ്. അവൾ ഈ മെയിലിൽ ഒരു റിപ്ലൈ മെയിൽ എഴുതുകയാണ് കേട്ടോ. ഫ്രം ആരായിരിക്കും അപ്പോൾ ഇവിടെ? ഫ്രം ഇപ്പോൾ കുഞ്ഞിച്ചിരുത. ഈ മെയിൽ അങ്ങോട്ട് തിരിച്ചിടണം. ഫ്രം kuഞ്ഞിച്ചിരുത@mail.com ആവും. ടു ആർക്കാണ്? ആൻറ്റോണറ്റിനാണ്. antonet12@mail.com ആവും. ഇവിടെ അവർ 2 ലൈൻ തന്നിട്ടുണ്ട്, ബാക്കി നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് നോക്കാം. ആദ്യം ആ ഫ്രമും ടു എഴുതുക. ഫ്രം kuഞ്ഞിച്ചിരുത@mail.com. ടു ആർക്കാണ്? antonet12@mail.com. Okay, let's see. Dear Antoinette, I was excited to get your mail. It made me so happy to hear from you. നിൻ്റെ മെയിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞതിൽ ഞാൻ ഹാപ്പിയാണ്. ഐ ആം ഹാപ്പി ടു നോ ദാറ്റ് യുവർ വെക്കേഷൻ ഈസ് ഗോയിങ് വെൽ. നിൻ്റെ വെക്കേഷൻ നന്നായി പോകണമെന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷം. ഐ ആം ഓൾസോ സെലിബ്രേറ്റിംഗ് മൈ വെക്കേഷൻ ഹിയർ. ഞാനും ഇവിടെ എൻ്റെ വെക്കേഷൻ ആഘോഷമാക്കുകയാണ്. ജസ്റ്റ് ലൈക്ക് യു ഡിഡ് പാഡൽ ബോർഡിംഗ്, ഐ ഓൾസോ സ്റ്റാർട്ടഡ് ലേണിംഗ് ടു സ്വിം. നീ അവിടെ പാഡൽ ബോർഡിംഗ് ചെയ്തതുപോലെ ഞാനിവിടെ നീന്താൻ പഠിച്ചു തുടങ്ങി. ഇറ്റ് ഈസ് എ ലോട്ട് ഓഫ് ഫൺ ടു ലേൺ ടു സ്വിം. ഭയങ്കര രസമാണ് സ്വിമ്മിങ് പഠിക്കുന്നത്. ദെൻ ഐ വെൻറ്റ് ടു ട്രക്കിംഗ്. പിന്നെ ഞാൻ ട്രക്കിങ്ങിനൊക്കെ പോയി. ഇറ്റ് ഈസ് വെരി അഡ്വെഞ്ചറസ്. അത് ഭയങ്കര അഡ്വെഞ്ചറസ് ആയിരുന്നു. ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ സീസൺ ഇൻ കേരള നൗ. കേരളത്തിൽ ഇപ്പോൾ ആഘോഷങ്ങളുടെ കാലമാണ്. ഐ വെൻറ്റ് ടു സീ ഓൾ ദ ഫെസ്റ്റിവൽസ്. ഞാൻ എല്ലാ ഉത്സവങ്ങളും ഫെസ്റ്റിവൽസും ഒക്കെ കാണാൻ പോയി. ഐ മിസ് യു എ ലോട്ട്. ഞാൻ നിന്നെ വളരെയധികം മിസ് ചെയ്യുന്നു. ഐ എം വെയിറ്റിംഗ് ടു വേണ്ട കേട്ടോ, വെയിറ്റിംഗ് ഒരു മിനിറ്റ്. ഐ എം വെയിറ്റിംഗ് for school to reopen. Say hi to your mom for me. സ്കൂള് തുറക്കാൻ ഞാൻ കാത്തിരിക്കുകയാണ്. നിൻ്റെ അമ്മയോട് എൻ്റെ ഹായ് പറയണം. ടേക്ക് കെയർ, ലവ്, കുഞ്ഞിച്ചിരുത. ഓക്കെ, ഇതാണ് കുഞ്ഞിച്ചിരുത ആൻറ്റോണറ്റിന് അയക്കുന്ന ഒരു മെയിൽ. ഓക്കെ, നെക്സ്റ്റ് റീഡ് ദ സെൻറ്റൻസസ് ടേക്കൺ ഫ്രം ദി സ്റ്റോറി. In fact, nearly half the students belong to immigrant families. There were students from Canada, Mexico, Italy, UAE, Egypt and China. Kuഞ്ഞിച്ചിരുത was the only Indian. The term Indian denotes someone from India. Here is a list of such words for people from different countries. അപ്പോൾ നമ്മൾ ഇന്ത്യക്കാരെ എന്തെന്ന് പറയും? ഇന്ത്യൻ എന്ന് പറയും അല്ലേ? ആ സിറ്റിസൺഷിപ്പിനെ നമ്മൾ എന്താ പറയുക എന്നാണ് ചോദ്യം. അപ്പോൾ ഒരു കൺട്രിയിൽ ഉള്ള ആളുടെ സിറ്റിസൺഷിപ്പിനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യക്കാരെ ഇന്ത്യൻസ് എന്ന് പറയുമല്ലേ. അതുപോലെ കാനഡയിലുള്ളവരെ എന്തെന്ന് പറയും? അവിടുത്തെ ആൾക്കാരെ കനേഡിയൻ എന്ന് പറയും. ചൈന ആണെങ്കിൽ ചൈനീസ്, ഈജിപ്ഷ്യൻ, ജപ്പാൻ ജപ്പാനീസ്, മെക്സിക്കോ മെക്സിക്കൻ. ഇനി ഫ്രാൻസിൻ്റെ അവർ ചോദിച്ചിട്ടുണ്ട്. ഫ്രാൻസിലെ ആൾക്കാരെ നമ്മൾ ഫ്രഞ്ച് പീപ്പിൾസ് എന്നാണ് പറയുക, ഫ്രഞ്ചാണ്. സ്പെയിൻ സ്പാനിഷ് ആണ്. ഇനി 2 നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. റഷ്യയിലെ റഷ്യൻസ് ആണ്. അതുപോലെ ഓസ്ട്രേലിയ ഓസ്ട്രേലിയൻസ്. പിന്നെ ഇവിടെ ജർമ്മനി UAEയും കൂടി ഉണ്ട്. ജർമ്മനിയിലെ ജർമ്മൻസ്, UAEയിലെ സിറ്റിസൺസ് എമിറാറ്റീസ് ആണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Let's have fun with words.
കുഞ്ഞിച്ചിരുത ആൻഡ് അണ്ടോണറ്റ് ഡിസൈഡഡ് ടു പ്ലേ എ ഗെയിം. രണ്ടാളും കൂടി ഒരു ഗെയിം കളിക്കാൻ തീരുമാനിച്ചു. ദേ പിക്ക്ഡ് വേർഡ്സ് ദാറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ഈച്ച് ലെറ്റർ ഓഫ് ദെയർ നെയിംസ്. ദ വേർഡ്സ് ഡിസ്ക്രൈബ് സംതിങ് പോസിറ്റീവ് അബൌട്ട് ദം. ഫോർ എക്സാമ്പിൾ, K in കുഞ്ഞിച്ചിരുത സ്റ്റാൻഡ്സ് ഫോർ കൈൻഡ് ആൻഡ് A in അണ്ടോണറ്റ് സ്റ്റാൻഡ്സ് ഫോർ ആക്റ്റീവ്. ഹെൽപ്പ് ദം കംപ്ലീറ്റ് ദ ലിസ്റ്റ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇവരുടെ പേരുകളുടെ ലെറ്റേഴ്സ് കണ്ടല്ലോ, ഈ ലെറ്റേഴ്സ് വെച്ച് പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തന്നെയുള്ള പോസിറ്റീവായിട്ടുള്ള വേർഡ്സാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ K അവർ തന്നിട്ടുണ്ട് കൈൻഡ്, U അണ്ടർസ്റ്റാൻഡിങ്, N നീറ്റ്, H ഹെൽപ്ഫുൾ, I ഇൻ്റലിജൻറ്റ്, C ക്യൂറിയസ്, H ഹാപ്പി, I ഇമാജിനേറ്റീവ്. ഇത്രയും അവർ തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ 6 വെച്ചിട്ടൊരു പോസിറ്റീവ് വേർഡ് കണ്ടുപിടിക്കണം. 6 വെച്ചിട്ടുള്ള പോസിറ്റീവ് വേർഡാണ് റേഡിയൻസ്, U വെച്ചിട്ട് അൺബീറ്റബിൾ, T ട്രസ്റ്റ് വർത്തി, H ഹോണസ്റ്റ്, A അമേസിങ്. ഓക്കെ, ഇനി അണ്ടോണറ്റിൻ്റെ ANTOI വരെ അവർ തന്നിട്ടുണ്ട്. N വെച്ചിട്ട് നോബിൾ, E എനർജറ്റിക്, T ട്രൂത്ത്ഫുൾ, അടുത്ത T ടാക്ട്ഫുൾ, ദെൻ E എക്സലൻറ്റ്. ഓക്കെ, ഇതെല്ലാം പോസിറ്റീവ് വേർഡ്സ് ആണ് കേട്ടോ. നെക്സ്റ്റ്, now do the same for your name. Sit with your friend and share your work. Present it in the class. ഇതുപോലെ നിങ്ങളുടെ പേര് എന്താണോ ആ പേരിൻ്റെ എല്ലാ ലെറ്റേഴ്സിൻ്റെയും പോസിറ്റീവ് വേർഡ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് എഴുതുക കേട്ടോ. Here are some qualities describing the character of കുഞ്ഞിച്ചിരുത. Write a sentence about each of these qualities. അപ്പോൾ കുഞ്ഞിച്ചിരുതയുടെ കുറേ ക്വാളിറ്റീസ് നമ്മൾ അവിടെ ലെറ്റേഴ്സിൽ പറഞ്ഞല്ലോ, അത് വെച്ചിട്ട് സെൻറ്റൻസ് മേക്കിംഗ് ആണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ 3 എണ്ണം അവർ തന്നിട്ടുണ്ട്, 2 എണ്ണം ബാക്കി നമ്മൾ എഴുതേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൈൻഡ്, കുഞ്ഞിച്ചിരുത ഇസ് എ കൈൻഡ് ഗേൾ. അണ്ടർസ്റ്റാൻഡിങ്, ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. നീറ്റ് വെച്ചിട്ടുള്ള സെൻറ്റൻസ്, ഷീ ഓൾവേസ് കെപ്റ്റ് ഹെർ റൂം നീറ്റ്. ഹെൽപ്ഫുൾ വെച്ചിട്ട് ഷീ ഈസ് എ ഹെൽപ്ഫുൾ ചൈൽഡ്. ഇൻ്റലിജൻറ്റ് വെച്ചിട്ട് ഷീ ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലാസ്. ക്യൂറിയസ്, ഷീ വാസ് ക്യൂരിയസ് ടു നോ അബൌട്ട് സ്റ്റോറീസ്. ഹാപ്പി വെച്ചിട്ടുള്ള വേർഡ് സെൻറ്റൻസ് ആണ്, കുഞ്ഞിച്ചിരുത ഈസ് വെരി ഹാപ്പി വിത്ത് ഹർ ന്യൂ ഫ്രണ്ട്സ്. ഇമാജിനേറ്റീവ്, ഷീ റോട്ട് ആൻ ഇമാജിനേറ്റീവ് സ്റ്റോറി. റേഡിയൻറ്റ്, ഷീ ഹാഡ് എ യൂത്ത്ഫുൾ റേഡിയൻസ് അബൌട്ട് ഹർ. അപ്പോൾ ഇത് നമുക്കൊരു സെൻറ്റൻസ് വേർഡിൻ്റെ സെൻറ്റൻസ് മേക്കിംഗ് ആണ് കേട്ടോ. നെക്സ്റ്റ്, ലെറ്റ്സ് റൈറ്റ് എ ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഓഫ് കുഞ്ഞിച്ചിരുത യൂസിങ് ദ ക്വാളിറ്റീസ് എബോ. നമ്മളവിടെ കുറേ ക്വാളിറ്റീസ് കഴിഞ്ഞതിൽ പറഞ്ഞില്ലേ, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ എഴുതുക. ആ സെൻറ്റൻസസിനെ തന്നെ എഴുതി പാരഗ്രാഫ് ആക്കിയാൽ മതി. നമുക്ക് നോക്കാം. ആദ്യത്തെ, കുഞ്ഞിച്ചിരുത ഇസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ. ഷീ ഈസ് വെരി അണ്ടർസ്റ്റാൻഡിങ് ബോത്ത് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. ഷീ ഓൾവേസ് കെപ്റ്റ് ഹർ റൂം നീറ്റ് ആൻഡ് ടൈഡി. അപ്പോൾ കുഞ്ഞിച്ചിരുത വളരെ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ ഗേൾ ആണ്. അതുപോലെ അവർ എന്താ പറയുക, വളരെ അണ്ടർസ്റ്റാൻഡിങ് ആണ് വീട്ടിലും സ്കൂളിലും. അതുപോലെ ഷീ ഓൾവേസ് കെപ്റ്റ് ഹർ റൂം നീറ്റ് ആൻഡ് ടൈഡി. റൂം എപ്പോഴും നീറ്റ് ആൻഡ് ടൈഡിയായി സൂക്ഷിക്കും, വൃത്തിയായി സൂക്ഷിക്കും. ഷീ ഈസ് ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് ഗേൾ ഇൻ ഹർ ക്ലാസ് ആൻഡ് വെരി ഹെൽപ്ഫുൾ ചൈൽഡ്. ക്ലാസ്സിലെ നല്ല ഇൻ്റലിജൻറ്റ് ഗേളാണ്, ഹെൽപ്ഫുൾ ചൈൽഡാണ്. പിന്നെ ഷീ ഈസ് ഓൾസോ ക്യൂരിയസ് ടു നോ അബൌട്ട് സ്റ്റോറീസ്. കഥകളൊക്കെ അറിയാനും കഥകൾ കേൾക്കാനും ഇഷ്ടമുള്ള കുട്ടിയാണ്. ഒരു ദിവസം ഷീ റോട്ട് ആൻ ഇമാജിനേറ്റീവ് സ്റ്റോറി. ഒരിക്കൽ അവളൊരു സ്റ്റോറി എഴുതിയിട്ടുണ്ട്. ഷീ ഹാഡ് എ യൂത്ത്ഫുൾ റേഡിയൻസ് അബൌട്ട് ഹെർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ആ ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ. ഇതിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ആഡ് ചെയ്തിട്ട് എഴുതാം കേട്ടോ. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെൻറ്റൻസ് മാറ്റി എഴുതാവുന്നതാണ്. നെക്സ്റ്റ്, റീഡ് ദ സെൻറ്റൻസ് ടേക്കൺ ഫ്രം ദ സ്റ്റോറി. ഇവിടെ നമുക്ക് A few days before the spring break, a girl named Antoinette took admission in കുഞ്ഞിച്ചിരുതാ's class. അപ്പോൾ കുഞ്ഞിച്ചിരുത ക്ലാസ്സിൽ ഒരു പുതിയ കുട്ടി അഡ്മിഷൻ എടുത്തു, ആൻറ്റോണറ്റ് എന്നുള്ള പേരുള്ള. Imagine a new student from another country or state has just joined your school. How would you help her adjust to the new place and culture? നിങ്ങളുടെ ക്ലാസ്സിൽ, നിങ്ങളുടെ സ്കൂളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പുതിയ കുട്ടി ജോയിൻ ചെയ്യാണ്. വേറൊരു സ്റ്റേറ്റിൽ നിന്നോ വേറൊരു രാജ്യത്തിൽ നിന്നുള്ള കുട്ടിയായിരിക്കോട്ടെ. ആ കുട്ടീനെ നിങ്ങൾ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യും? ആ ഒരു പുതിയ പ്ലേസ്, പുതിയ കൾച്ചറുമായിട്ട് ആ കുട്ടി അഡ്ജസ്റ്റ് ആവണമല്ലേ, അതിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ സഹായം ചെയ്യും? നമ്മളോട് സെൻറ്റൻസ് മേക്കിംഗ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വിൽ, ഷോൾ, ക്യാൻ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്യാം. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഹിൻറ്റ് കേട്ടോ.
ഈ ഹിൻ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. ആദ്യത്തെ അവർ തന്നിട്ടുണ്ട്, ഐ വിൽ ഷോ ഹെർ അറൗണ്ട് ദ സ്കൂൾ ആൻഡ് ഇൻട്രൊഡ്യൂസ് ഹെർ ടു മൈ ഫ്രണ്ട്സ്. ഞാൻ അവരെ സ്കൂളെല്ലാം ചുറ്റി കാണിച്ച് ഫ്രണ്ട്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്യിപ്പിക്കും. അടുത്തത്, ഐ ക്യാൻ ഹെൽപ്പ് ഹെർ ടു ലേൺ ന്യൂ സബ്ജക്ട്സ്. പുതിയ സബ്ജക്റ്റ് ലേൺ ചെയ്യാൻ ഞാൻ അവളെ ഹെൽപ്പ് ചെയ്യും. അടുത്ത സെൻറ്റൻസ്, ഐ വിൽ ടെൽ ഹെർ അബൌട്ട് ദ റൂൾസ് ഇൻ ദ സ്കൂൾ. സ്കൂളിലെ റൂൾസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. ഐ ഷോൾ ഇൻട്രൊഡ്യൂസ് ഹെർ ടു ദ ടീച്ചേഴ്സ്. ടീച്ചേഴ്സിന് ഞാൻ അവളെ പരിചയപ്പെടുത്തി കൊടുക്കും. ഐ ക്യാൻ ഹെൽപ്പ് ഹെർ ടു ലേൺ ദ ലോക്കൽ ലാംഗ്വേജ്. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ലേൺ ചെയ്യാൻ ഞാൻ അവളെ സഹായിക്കും. ഐ ഷോൾ അക്കംപാനി ഹെർ ടു ദ സ്കൂൾ ലൈബ്രറി. സ്കൂൾ ലൈബ്രറിയിലേക്ക് ഞാൻ അവളുടെ കൂടെ ഞാനും പോകും. ഐ വിൽ ഷോ ഹെർ ദ പ്ലേസസ് ടു വിസിറ്റ് ഇൻ ദ സ്കൂൾ. സ്കൂളിൽ ഏതൊക്കെ പ്ലേസസ് അവൾക്ക് കാണണമോ അതെല്ലാം ഞാൻ പോയി കാണിച്ചു കൊടുക്കും. ഐ വിൽ ഇൻട്രൊഡ്യൂസ് ഹെർ ടു ദ കഫേറ്റേറിയ. ഫുഡൊക്കെ കഴിക്കാൻ ക്യാൻറ്റീനില്ലേ, ഞാൻ അവളെ അവിടെ കൊണ്ടുപോയിട്ട് ആ ഒരു സ്ഥലവും അവൾക്ക് കാണിച്ചു കൊടുക്കും. അപ്പോൾ ഇത്രയാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സെൻറ്റൻസസ്. നെക്സ്റ്റ്, read the sentence from the story. But she had picked up English with an amazing speed. ഈ പിക്ക്ഡ് അപ്പ് എന്ന് പറയുന്നത് ഫ്രേസൽ വെർബാണ് കേട്ടോ. അപ്പോൾ ഈ സെൻറ്റൻസിൽ പിക്ക്ഡ് ആൻഡ് അപ്പ് ടുഗെദർ, നമ്മൾ പിക്ക്ഡ് അപ്പിന് ലേൺഡ് ഓർ അക്വയർഡ് എന്ന് പറഞ്ഞിട്ട് ഒറ്റ മീനിങ് ഉണ്ട്. ഇതുപോലത്തെ 2 വേർഡ്സാണ് ഇവരിവിടെ തന്നിരിക്കുന്നത്, കം അക്രോസും സ്വിച്ച്ഡ് ഓവറും. ഈ കം അക്രോസ് വരുന്ന സെൻറ്റൻസ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം ചാപ്റ്ററിൽ നിന്ന്. സ്വിച്ച്ഡ് ഓവർ വരുന്ന സെൻറ്റൻസസ് നമ്മൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കണം. കം അക്രോസ് വരുന്നത്, കുഞ്ഞിച്ചിരുത ഹാഡ് കം അക്രോസ് മെനി ഇന്ത്യൻസ് ഇൻ ദ സ്ട്രീറ്റ്. ഒരുപാട് ഇന്ത്യൻസിനെ സ്ട്രീറ്റിൽ കുഞ്ഞിച്ചിരുത എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. കം അക്രോസ് പറഞ്ഞാൽ മീറ്റാണ് കേട്ടോ, കണ്ടുമുട്ടുന്നുണ്ട്. അടുത്തത് സ്വിച്ച്ഡ് ഓവറാണ്. പ്രകാശ് സഡൻലി സ്വിച്ച്ഡ് ഓവർ ടു മലയാളം. സ്വിച്ച്ഡ് ഓവറിനെ പെട്ടെന്ന് മാറ്റിയിട്ട് മലയാളത്തിലേക്ക് ചേഞ്ച് ചെയ്ത് സംസാരിച്ച് തുടങ്ങി. അപ്പോൾ ഈ 2 സെൻറ്റൻസാണ് ഈ 2 ഫ്രേസൽ വെർബ് വരുന്നത് കേട്ടോ. അടുത്തത്, read the conversation below and identify more such expression used. ഇതുപോലത്തെ എക്സ്പ്രഷൻസ് വരുന്നുണ്ട് ഈ തന്നിരിക്കുന്ന കോൺവെർസേഷനിൽ. അത് നമ്മളോട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതൊരു കമ്മിങ് അപ്പ് ഉണ്ട്, പിന്നെ പിക്കപ്പ് ഉണ്ട്, പിന്നെ ലുക്ക് ഫോർ വരുന്നുണ്ട്. നെക്സ്റ്റ് ലുക്കപ്പ് വരുന്നുണ്ട്. നമുക്കതൊന്ന് എഴുതിയാൽ അറിയാൻ പറ്റും. കണ്ടോ, വേർഡ്സ് കണ്ടോ. ഇനി ഇവിടെ നമുക്ക് കം ബാക്ക് വരുന്നുണ്ട് കേട്ടോ. കം ബാക്ക് ഫ്രേസൽ വെർബാണ്. ഇത്രയാണ്. ഇനി ഏതെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. എനിക്ക് ഇതിൽ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്തതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ലുക്ക് ഫോർ, കം ബാക്ക്, ചെക്ക് ഔട്ട്, ലുക്കപ്പ്, പിക്കപ്പ്. ഇത്രയും ഫ്രേസൽ വെർബുകളാണ് ഇതിലുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, in the class the teacher asked everyone to say something special about their home country. Ben from Italy goes first. Let's listen to what he has to say about his country. അപ്പോൾ അവരുടെ ക്ലാസ്സിൽ ടീച്ചർ അവരോട് അവരുടെ ഹോം കൺട്രീനെ കുറിച്ച് എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുകയാണ്. അപ്പോൾ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് ബെൻ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അവൻ ഇറ്റലിയിൽ നിന്നുള്ള ആളായിരുന്നു. അപ്പോൾ അവൻ്റെ രാജ്യത്തിനെ കുറിച്ചിട്ട് അവൻ പറയുന്നതാണിത്. നോക്കാം. Dear friends, I am from Italy. It is a beautiful country. Its capital is Rome. ഞാൻ ഇറ്റലിയിൽ നിന്നാണ്. അതൊരു ബ്യൂട്ടിഫുൾ കൺട്രിയാണ്. ഇറ്റലിയുടെ ക്യാപിറ്റൽ റോമാണ്. ആൻഡ് ദ ഫ്ലാഗ് ഈസ് റിയലി കൂൾ വിത്ത് 3 കളേഴ്സ്. ഫ്ലാഗിന് 3 കളറാണ് ഇറ്റലിയുടെ, ഗ്രീൻ, വൈറ്റ് ആൻഡ് റെഡ്. മോസ്റ്റ് പീപ്പിൾ ഇൻ ഇറ്റലി സ്പീക്ക് ഇറ്റാലിയൻ. ഇറ്റലിയിലെ ആൾക്കാർ സംസാരിക്കുന്നത് ഇറ്റാലിയൻ ഭാഷയാണ്. വി മേക്ക് സം ഓഫ് ദ ബെസ്റ്റ് ഫുഡ്സ് എവർ. പിന്നെ അവരുടെ ഫുഡ് എന്തൊക്കെയാണ്? പിസ്സ ആൻഡ് പാസ്ത. ഇറ്റലി ഈസ് ഓൾസോ ഹോം ടു അമേസിംഗ് പ്ലേസസ് ലൈക്ക് ദ കൊളോസിയം, ദ ലീനിങ് ടവർ ഓഫ് പിസ്സ ആൻഡ് ദ കനാൽസ് ഓഫ് വെനീസ്. അപ്പോൾ ഇറ്റലിയിലെ ഫേമസ് പ്ലേസസ് ആണ് കേട്ടോ ഇതൊക്കെ. കൊളോസിയം ഉണ്ട്, പിന്നെ പിസ്സയിലെ ഗോപുരം, ലീനിങ് ടവർ ഓഫ് പിസ്സ ആൻഡ് കനാൽസ് ഓഫ് വെനീസ്. If you visit Italy, you might even spot animals like the Italian wolf and wild boar. നിങ്ങൾ ഇറ്റലി വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ അനിമൽസ് ഏതൊക്കെയാണ്? ഇറ്റാലിയൻ വൂൾഫ്, വൈൽഡ് ബോർ. പിന്നെ അവിടുത്തെ വെതറും നല്ലതാണ്. വാം സമ്മേഴ്സ് ആൻഡ് കൂൾ വിൻ്റേഴ്സ് ആണ്.
സമ്മറും വിൻ്ററും ഒക്കെ ഉണ്ട്. ഇറ്റാലിയൻസ് ലവ് ടു സെലിബ്രേറ്റ് ഹോളിഡേയ്സ് ലൈക്ക് പിന്നെ അവിടുത്തെ ഫെസ്റ്റിവൽ സെലിബ്രേഷൻസ് ക്രിസ്മസ്, ഈസ്റ്റർ ആൻഡ് കാർണിവൽസ് വേർ വി വിയർ കളർഫുൾ മാസ്ക് ആൻഡ് കോസ്റ്റ്യൂം. ഇവർ കളർഫുൾ മാസ്കും കോസ്റ്റ്യൂംസ് ഒക്കെ ഇടും. സൗണ്ട്സ് ഫൺ റൈറ്റ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ കുട്ടി അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി ഇവിടെ നെക്സ്റ്റ് ആൻറ്റോണേറ്റിൻ്റെ കാര്യമാണ് പറയണത്. ആൻറ്റോണേറ്റ് വുഡ് ലൈക്ക് ടു സേ സംതിങ് അബൌട്ട് ഹർ കൺട്രി. ആൻറ്റോണേറ്റിൻ്റെ രാജ്യം ഫ്രാൻസ് ആണ്. സം ബേസിക് ഫാക്ട്സ് അബൌട്ട് ഫ്രാൻസ് ആർ ഗിവൺ. ക്യാൻ യു ഹെൽപ്പ് ഹർ മേക്ക് എ ഡിസ്ക്രിപ്ഷൻ ആൻഡ് പ്രസൻറ്റ് ഇറ്റ്. ഫ്രാൻസിനെ കുറിച്ചുള്ള ഹിൻറ്റുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ബെൻ ഇറ്റലീനെ കുറിച്ച് പറഞ്ഞ പോലെ ആൻറ്റോണേറ്റ് ഫ്രാൻസിനെ കുറിച്ചിട്ട് പറയാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. Dear friends, I am from France. It is a beautiful country. ഞാൻ ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസ് ഒരു ബ്യൂട്ടിഫുൾ കൺട്രി ആണ്. ഇറ്റ്സ് ക്യാപിറ്റൽ ഇസ് പാരീസ്. ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ പാരീസ്. നാഷണൽ ഫ്ലാഗ് ഓഫ് ഫ്രാൻസ് ഹാസ് 3 കളേഴ്സ്. 3 കളറാണ്, ബ്ലൂ, വൈറ്റ് ആൻഡ് റെഡ്. മോസ്റ്റ് പീപ്പിൾ ഇൻ ഫ്രാൻസ് സ്പീക്ക് ഫ്രഞ്ച്. അപ്പോൾ ഫ്രാൻസിലെ ആൾക്കാരുടെ ഭാഷ ഫ്രഞ്ച് ആണ് കേട്ടോ, ലാംഗ്വേജ്. ഡെലീഷ്യസ് ഫുഡ് ഐറ്റംസ് ആർ ക്രോയിസൻസ്, ബാഗറ്റ്സ് ആൻഡ് മാക്കറോൺസ്. അതാണ് അവിടുത്തെ ഫുഡ് കേട്ടോ. ഫ്രാൻസ് ഇസ് ഫേമസ് ഫോർ ഈഫൽ ടവർ, ദ ലൂവർ മ്യൂസിയം, ബീച്ചസ് ഓഫ് ദ ഫ്രഞ്ച് റിവൈറ. ഓക്കെ, അപ്പോൾ ഫ്രാൻസിലെ ഫേമസ് സ്ഥലങ്ങൾ ഈഫൽ ടവർ ഉണ്ട്, ലൂവർ മ്യൂസിയം ഉണ്ട്, ഫ്രഞ്ച് റിവൈറയിലെ ബീച്ചസ് ഉണ്ട്. ഇഫ് യു വിസിറ്റ് ഫ്രാൻസ് യു മൈറ്റ് ഈവൻ സ്പോട്ട് ആനിമൽസ് ലൈക്ക് ദ ഫ്രഞ്ച് ബുൾഡോഗ് ആൻഡ് വൈൽഡ് ബോർ. അപ്പോൾ അവിടുത്തെ ആനിമൽസ് ഏതൊക്കെയാണ്? ഫ്രഞ്ച് ബുൾഡോഗും വൈൽഡ് ബോറും. ദ വെദർ ഇസ് ഓൾസോ നൈസ് ഇൻ ഫ്രാൻസ്. അവിടുത്തെ വെദർ നല്ല വെദറാണ്, കാലാവസ്ഥ. ഫ്രഞ്ച് പീപ്പിൾ സെലിബ്രേറ്റ് ഹോളിഡേയ്സ് ലൈക്ക് ക്രിസ്മസ്, ഈസ്റ്റർ, ബാസ്റ്റിൽ ഡേ. ഇവിടുത്തെ 3 മെയിൻ സെലിബ്രേഷൻ ആണ് ക്രിസ്മസ്, ഈസ്റ്റർ, ബാസ്റ്റിൽ ഡേ. ഇറ്റ്സ് റിയലി അമേസിങ്. അപ്പോൾ അവരുടെ രാജ്യത്തുള്ള കാര്യങ്ങളും വളരെ അമേസിങ് ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ആക്ടിവിറ്റീസ് വരുന്നത്. എല്ലാവർക്കും ക്ലാസ്സിൽ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.